ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 119 50 തിരുവചനം. നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്, എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 119 സങ്കീർത്തനം 50 തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ചെയ്യുന്ന പ്രവൃത്തികളെയാണ് വർണ്ണിക്കുന്നത്. ഇത് നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ദൈവത്തിൻ്റെ വചനം ചെയ്യുന്ന ദൈവപ്രവൃത്തികൾ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. ആ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്. ആ വചനത്തെ സംബന്ധിച്ച് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് മായമില്ലാത്ത പാലെന്നാണ്. ഈ തിരുവചനം നാം ദൈനംദിനം വായിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ഈ വചനം നമ്മെ ജീവിപ്പിക്കുവാനിടയാവും. എന്തുകൊണ്ടെന്നാൽ വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ നിശ്വാസത്താലാണ് വചനം ഉളവാകുന്നത്. അങ്ങനെ ഉളവായ വചനമാണ് പരിശുദ്ധാത്മാവ് പലരും ഉപയോഗിച്ച് രചിച്ച് നമ്മുടെ കരങ്ങളിൽ എത്തിച്ചിരിക്കുന്നത്. ഈ വചനം നമ്മെ നിത്യജീവനായി കാത്തു സൂക്ഷിക്കും. ഈ വചനത്തെ നാം നമ്മുടെ ഹൃദയത്തിൽ കാത്തുകൊണ്ടാൽ ഈ വചനം നമ്മെ സംരക്ഷിക്കും. ഈ മുഴു പ്രപഞ്ചത്തെ തന്നെ സർവശക്തനായ ദൈവം സൃഷ്ടിച്ചത് തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്താലാണ് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നു. വചനത്താൽ അഥവാ ദൈവവചനത്താൽ ഈ മുഴു പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ആ വചനമാണ് നമ്മെ ജീവിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വചനം നമ്മുടെ കഷ്ടതയിൽ നമുക്ക് ആശ്വാസമാകുന്നുവെന്നാണ് നാം വായിച്ചു കേട്ട വേദഭാഗത്ത് കാണുന്നത്. ആശ്വാസമില്ലാത്ത ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എവിടെയാണ് ഒരല്പ ആശ്വാസം, ഒരല്പം ശാന്തി, സമാധാനം? ഇതെല്ലാം അന്യപ്പെട്ടുപോയ, നീങ്ങിപ്പോയ ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. എവിടെയും അനർത്ഥങ്ങളുടെ വാർത്തകൾ മാത്രമാണ്, പീഡനങ്ങളുടെ വാർത്തകൾ മാത്രമാണ്, അതിക്രമങ്ങളുടെ വാർത്തകളാണ് നാം കൂടുതലായി കേൾക്കുവാനിടയാവുന്നത്. ഇങ്ങനെയുള്ള വാർത്തകളും വിശേഷങ്ങളും കൊണ്ടു നിറഞ്ഞ ഈ ഭൂമിയിൽ നാം ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം നാം കേട്ടാൽ, നാം വായിച്ച് ധ്യാനിച്ചാൽ അത് നമ്മെ ജീവനും ചൈതന്യമുള്ളവരാക്കി തീർക്കും. മാത്രമല്ല, നമുക്കത് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം എന്ന ആശ്വാസവും നൽകുവാനിടയാകും. ഈ വചനം വായിക്കുകയോ കേൾക്കുകയോ ചെയ്ത വ്യക്തികൾ അവരുടെ അനുഭവത്തിലൂടെ രേഖപ്പെടുത്തിയ കാര്യമെന്തെന്നാൽ, ഇത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുമെന്നാണ്. ഇത് നമ്മെ ദൈവപാതയിൽ സഞ്ചരിക്കുവാൻ ശക്തരാക്കും. ഈ വചനം നാം ഇടറിപ്പോകാതെ, നാം വീണുപോകാതെ, നാം നശിച്ചു പോകാതെ നമ്മെ ദൈവപാതയിൽ
നടത്തുവാൻ മതിയായതാണ്. അതുകൊണ്ട് തന്നെ ഈ വചനം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ദൈനംദിനം സംഗ്രഹിക്കാം. ആ വചനത്താൽ ജീവനും ചൈതന്യവും പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഭക്തരായി, അവിടുത്തെ മക്കളായി, പ്രിയമക്കളായി ജീവിക്കുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ആമേൻ. എന്നെ കരുതും, എന്നെ പുലർത്തും